ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ആയിക്കട്ടെ. ഇന്ന് ഞാൻ കുറേ ചങ്ങാതി എന്നോട് ചോദിച്ചു ഹോം മെയ്ഡ് ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ പിന്നെ നമ്മുടെ ചങ്ങാതിമാർക്ക് വേണ്ടി നമ്മുടെ ഒരു കിടുക്കാച്ചി റെസിപ്പി എങ്ങനെ തരാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കറി ഇത് വേറെ ലെവലിലേക്ക് പോകും. അപ്പോൾ ആദ്യം തന്നെ ഇവൻ്റെ ചേരുവകൾ നമുക്ക് നോക്കാം. ആദ്യം പെരിഞ്ജീരകം, അതൊരു 500 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ അളവിനാണ് എല്ലാം സെറ്റിക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് ഈ റേഷ്യോ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഏലക്ക ഒരു 350 ഗ്രാം എടുത്തൊരു മറിക്കുക. ശേഷം ഗ്രാമ്പൂവും പട്ടയും 200 ഗ്രാം വെച്ച് അതും ഒരു മറിക്കുക. കണ്ടില്ലേ? പിന്നീട് തക്കോലവും ജാതിപത്രി ഒരു 80 ഗ്രാമും തക്കോലം ഒരു 200 ഗ്രാമും കൂടെ ജീരകം ഒരു 200 ഗ്രാം ഒരു മറിക്കുക. ജാതിക്കുരു 4 എണ്ണവും ബേ ലീവ്സ് അതൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ 50 ഗ്രാം. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന പേരും കൂടി ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തണേ. ഈ ബേ ലീവ്സിന് ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഇടനേല എന്ന് പറയുന്നുണ്ട്, പല രീതിയിലുള്ള പേരുകൾ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങളൊന്ന് പറയണേ. എന്നിട്ട് ഇവനെ മൊത്തത്തിലങ്ങ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നല്ല ചൂടത്ത് ഒരു അരമണിക്കൂർ അങ്ങ് വെക്കുക. അപ്പോൾ അതിലെ ഓയിൽ ഇറങ്ങാനും അത് ഇച്ചിരി ഡ്രൈ ആയി കിട്ടാനും എളുപ്പമാണ്. റോസ്റ്റ് ചെയ്യില്ല കേട്ടോ. റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ മൊത്തം നഷ്ടമാകും. ഇത് ആ ഫ്രഷോടെ എടുത്ത് ചൂടാക്കി ഡ്രൈ ആക്കി ഇതുപോലെ മിക്സിക്കകത്തേക്ക് ഇട്ട് അങ്ങ് പൊടിക്കുക. പൊടിച്ച ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുക. അതിങ്ങനെ ഓരോ പ്രാവശ്യം നമ്മുടെ അളവിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മിക്സിയിലേക്ക് പിടിക്കുക. അപ്പോൾ ഞാൻ പല റെസിപ്പിയിലും കണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കാര്യം പറയാം, അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും. അതിനുശേഷം 10 മിനിറ്റ് ശേഷം നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഫ്ലേവറും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഗരം മസാല, ജീരകപ്പൊടി, ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ചേർക്കാവുള്ളൂ. ആദ്യം ചേർത്ത് ഇത് നശിപ്പിക്കരുത്. കറിയും നശിച്ചു പോവും, ഇതിൻ്റെ ഒരു സ്പൈസസിൻ്റെ ഫ്ലേവറൊന്നും നിങ്ങൾക്ക് കിട്ടാതെ. അതൊക്കെ കറിയിൽ ലാസ്റ്റ് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ പൗഡറാക്കി ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി എടുക്കുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നല്ല ഡബ്ബയ്ക്കകത്ത്, എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബയ്ക്കകത്ത് സീൽ ചെയ്തിട്ടുള്ള കവറിനകത്ത് വേണം ഇവനെ സ്റ്റോർ ചെയ്യാൻ. കാരണം ഇതിൻ്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ ഇതിനെ മൊത്തം നഷ്ടപ്പെടും. കാരണം ഇത് മിക്സി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ, ഗ്യാസ് ഫ്ലേവറാണ് വരുന്നത്. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മൊത്തത്തിലങ്ങ് മറിച്ചിടുക. എന്നിട്ട് ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. കാരണം ഇത് പലതും പല രൂപത്തിലൊക്കെ കിടക്കുക. അപ്പോൾ ഇവനെ മൊത്തത്തിലങ്ങ് ഇതുപോലെ അങ്ങ് കലക്കുക. അപ്പോൾ തന്നെ നല്ല മണം വരുന്നത് എൻ്റെ ചങ്ങാതി. ഈ ഗരം മസാലയൊക്കെ വെച്ച് ഒരു കറി ഉണ്ടാക്കുക എൻ്റെ ചങ്ങാതി. കറി ഇത് വേറെ ലെവലിലേക്ക് പോകും. അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഗരം മസാല റെസിപ്പി ഉണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. ഇതിലും നല്ലതാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഇത് എൻ്റെ ഗരം മസാലയാണ്, നല്ല സൂപ്പർ ഗരം മസാല. ട്രൈ ചെയ്തോ, നിങ്ങളുടെ വീട്ടിൽ ഒരു രക്ഷയുണ്ടാവില്ല എൻ്റെ ചങ്ങ.